ഹലോ. മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 9 വിശേഷങ്ങളായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് സംഭവങ്ങളൊന്നും നടന്നില്ലെങ്കിലും കുറേ അടിയും പിടിയും ബഹളമൊക്കെ നടന്നൊരു ദിവസമായിരുന്നു ഇന്ന്. കുറേ ചിരിക്കാനും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് സോങ് തുടങ്ങി. ഓൺ ദ ഫ്ലോ ബേബി പറ്റിയില്ലെങ്കിൽ പൊടി, ആ പാട്ടാണ് കേട്ടോ. വേർഡ്സ് എനിക്ക് ശരിക്കറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവും ആദിലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നവീനെ പറ്റിയാണ് പറയണത്. ഇടി അറിഞ്ഞോ, ഇന്നലെ രാത്രി നവീൻ ഞങ്ങളുടെ ബെഡിൽ കിടക്കാൻ വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ നടുക്കുവന്ന് കിടന്നു? അല്ലല്ല, എൻ്റെ അടുത്താണ് വന്ന് കിടന്നത്. അവൻ തക്കാളിയൊക്കെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞങ്ങളുടെ ബെഡിലിരുന്ന് കഴിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. തലേ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ പറയാട്ടോ. പിന്നെ അതിന് രാവിലെ തന്നെ കിച്ചണിൽ ഫൈറ്റ് ഉണ്ടായി. നമ്മുടെ അനീഷ് അവിടെ ഉണ്ടെങ്കിലും ഫൈറ്റ് ഉണ്ടല്ലോ. അനീഷിന് എല്ലാ ദിവസവും രാവിലെ ഓരോ കണ്ടൻറ്റ് കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. എല്ലാ ദിവസവും വരണമല്ലോ ഫേസ് ക്യാമറയിൽ. അപ്പോൾ അതുകൊണ്ട് അനീഷ് രാവിലെ തന്നെ പതുക്കെ ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. കുഞ്ഞെന്തെങ്കിലും ഇത് മതി, ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ, അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അനീഷ് എന്താണ് ഓവൻ അടയ്ക്കാതെ ഗസയിൽ പോയി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിക്കുക, ഇതിങ്ങനെ തുറന്നിട്ട് പോയാൽ ഇനി ഇത് ആരടയ്ക്കാൻ വരുന്നത്, എന്ത് ചെയ്താലും അതിൻ്റെ പുറകെ ഒരാളിങ്ങനെ നടക്കണമെന്നൊക്കെ നമ്മുടെ അനീഷ് ചോദിക്കുകയാണ്. അപ്പോൾ അക്ബർ, എൻ്റെ പൊന്നെ അനീഷ് ബ്രോ, ഒരാൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം നമ്മളൊന്ന് കൂടെ നിൽക്കുന്ന ഹെൽപ്പല്ലേ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സരിക വരികയാണ് കേട്ടോ. ശരി, അങ്ങനെ അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ വേണ്ടേന്ന് പറയാം. അക്ബർ, ഒരാൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനീഷ് പറയാം, ഞങ്ങളുടെ കിച്ചൺ ടീമാണ്, ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ടോ, അതിനകത്ത് പുറത്തുനിന്ന് ആരും ഇടപെടണ്ട, നിങ്ങൾ എപ്പോഴും കണ്ണും ചെവിയൊക്കെ കുറിപ്പിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ കിച്ചൺ ടീം ആകുമ്പോൾ അങ്ങനെ പലതും ചെയ്യും, പലതും പറയും എന്നൊക്കെ പറയും. അപ്പോൾ ശാരിക, അങ്ങനെ പലതും പറയുമോ? അപ്പോൾ അനീഷ്, അങ്ങനെ പലതും പറയും. അപ്പോൾ ശാരിക, അല്ല ഇന്നലെ എന്തായിരുന്നു, ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അയ്യോ, എന്തൊരു ഒത്തൊരുമ, എന്തൊരു കൂട്ടായ്മ എന്നൊക്കെ നമ്മൾ ശാരിക പറയട്ടെ. അപ്പോൾ അനീഷ്, ഞങ്ങളുടെ ടീമിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഞങ്ങൾ സ്നേഹിക്കും, ഞങ്ങൾ ഹഗ് ചെയ്യും, ഞങ്ങൾ വഴക്കുണ്ടാക്കും, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളിലെ ആഭ്യന്തര കാര്യമാണ്, അതിൽ കയറി ആരും ഒന്നും അഭിപ്രായം പറയാനോ സ്കോർ ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന് പറയാം. അപ്പം ബിൻസി, എല്ലാവരും ഒന്ന് പോകാമോ, കിച്ചൺ ടീമിലല്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നത്. ബിൻസിക്ക് ഞങ്ങളുടെ ദേഷ്യം വന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് കിടന്ന് ബഹളം വെക്കുമ്പം. അപ്പോൾ നമ്മുടെ സരിക, മുന്നിലേക്ക് വരില്ല, എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പന് പിന്നെ അനീഷിൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും അപ്പോൾ ഓടിയൊന്ന് പ്രതികരിക്കുമല്ലോ. അപ്പോൾ അപ്പന് ഞങ്ങൾ പ്രതികരിക്കും, അനീഷ് പറയണ കേട്ടാൽ ഞങ്ങൾ പ്രതികരിക്കും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ മാത്രം കേൾക്കാൻ മാത്രം സംസാരിക്കുക, ഞങ്ങൾ കേട്ടാൽ പ്രതികരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ അനീഷ്, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കണ്ണും ചെവിയും വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്, വേറെ ഒരു പണിയില്ല നിങ്ങൾക്ക് ചെയ്യാമെന്ന് ചോദിക്കുക. അപ്പോൾ അക്ബർ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അപ്പാനീനെ അക്ബർ തടയുന്നുണ്ട് കേട്ടോ. ശാരികയുണ്ട്, അക്ബറുണ്ട്, അപ്പാനിയുണ്ട്. അപ്പോൾ രണ്ടുപേരും അക്ബർ ഇങ്ങനെ തടയാണ്. അപ്പോൾ ശാരിക ഭയങ്കര ഒത്തൊരുമയാണല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അനീഷ്, എപ്പോഴും എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അപ്പാന്, എന്നാൽ നീ അവിടെ കേൾക്കണ പോലെ സംസാരിക്കുക, ഇങ്ങോട്ട് കേട്ടാൽ ഞങ്ങൾ പ്രതികരിക്കും. ശാരിക, ഒരാൾ ഓവൻ തുറന്നാൽ അതൊന്ന് അടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് പറഞ്ഞതിനാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് ശാരിക പറയട്ടെ. അപ്പോൾ അനീഷ്, അത് ഞങ്ങളുടെ ടീമിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്, അതിൻ്റെ ഉള്ളിൽ കയറി ആരും താണ്ഡവം നിൽക്കണ്ട. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നവീനും ശാരികയും കൂടെ പുറത്ത് ഭയങ്കര താണ്ഡവ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അപ്പുറത്ത് പറഞ്ഞോണ്ടിരിക്കണം. ഷാനവാസ് അത് തുറന്ന് വെച്ച്, ഷാനവാസിന് കേൾക്കുമ്പോഴേക്കും വെള്ളം കെട്ടിട്ട് വരിക. അപ്പോൾ ഷാനവാസ്, അത് തുറന്ന് വെച്ച് നടക്കാൻ പറഞ്ഞാണ് ഇത്ര വലിയ പ്രശ്നം എന്ന് വയ്ക്കുക. അപ്പോൾ അനീഷ്, അത് ആരാ തുറന്ന് വെച്ചത്, പറ, ആരാ തുറന്ന് വെച്ചത്? അപ്പോൾ ഷാനവാസ്, അത് ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം അതല്ലല്ലോ പ്രശ്നം, ഇതിപ്പം ഒന്ന് പറഞ്ഞത് ഇത്ര വലിയ സംഭവമാണോ എന്ന് വയ്ക്കുക. അപ്പോൾ അനീഷ്, ക്യാപ്റ്റൻ എന്ന നിലയിൽ എവിടെയാണ് പ്രശ്നത്തിൻ്റെ തുടക്കമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആരാണ് തുറന്നത്, എവിടെയാണ് തുറന്നത്, എന്താണ് പ്രശ്നം, നിങ്ങൾക്കിതൊന്നും അറിയില്ലല്ലോ. ഷാനവാസ്, അത് അടയ്ക്കാൻ പറഞ്ഞാൽ ഇത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിക്കാം. ശരിക്കും പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്, എന്താണ് ശരിക്കും പ്രശ്നം? അപ്പോൾ ശരിക്കും പറയാം, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗസയിൽ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. അപ്പോൾ ഗസയിൽ അറിയാതെ ഓവനൊന്ന് തുറന്നു. അപ്പോൾ ഓടി ഇങ്ങോട്ട് വരണമല്ലോ, അപ്പോൾ ഓവൻ അടയ്ക്കാനൊന്നുമില്ല, ഓടി ഇങ്ങനെ വന്നു. അപ്പോഴേക്കും അയാൾ തുടങ്ങി, ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ്, എൻ്റെ പൊന്ന് ചേട്ടാ അതൊന്ന് അടച്ചാൽ പോരെന്ന് ഞാൻ ചോദിച്ചു, അതിനാണ് എന്ന് പറയട്ടെ. അപ്പോൾ നമ്മുടെ ഷാനവാസ്, അടയ്ക്കാൻ പറയണതിന് എന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കാം. അനീഷ്, ആരാണിത് പറഞ്ഞതെന്ന് അറിയാമോ? അപ്പോൾ ഷാനവാസ്, അതൊന്നും പറയേണ്ട കാര്യമൊന്നുമല്ലോ. അപ്പോൾ ശാരിക, എന്തായാലും പുറത്തുള്ള ആളൊന്നും അല്ലല്ലോ, കിച്ചൺ ടീമിലുള്ള ആൾ തന്നെ അല്ലേ എന്ന് പറയാം. അപ്പോൾ അനീഷ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടേ തരൂ, നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളും കേൾക്കുമെന്ന്. അപ്പോൾ പറ്റൂല,
അപ്പോൾ അനീഷ് വന്നാൽ അപ്പം അപ്പാനിക്ക് വന്നിരിക്കുമ്പോൾ അപ്പാനി പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഷാനവാസ് ഇവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് എന്ന് പറയട്ടെ. അപ്പം അനീഷ് ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളൊരു ടീമാണ് എന്ന് പറയാം. അപ്പം ശാരിക എന്നിട്ടാണോ ഗസൽ ഒന്ന് അടയ്ക്കാൻ മാറ്റി വെച്ചാൽ അതൊന്ന് അടയ്ക്കാൻ പറ്റാത്തത്, എന്തൊരു കൂട്ടായ്മ എന്ന് പറയട്ടെ. അപ്പം അനീഷ് അതിന് ഇവിടെ കയറിയിട്ട് താണ്ഡവം ആടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയട്ടെ. അപ്പം അപ്പാന് നീ ആരാണ് ഇവിടുത്തെ, നീ ആരാണ് നിൽക്കുക. അപ്പം അനീഷ് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ 6 മുന്നിൽ വെച്ചും പറയും. അപ്പം അപ്പാന് അതിന് മറുപടി പറയാൻ ഞങ്ങൾക്കും അറിയാടാ, നീ ആരാടാ, അരിക്കൊമ്പനാണോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പം നമ്മുടെ ശാരികയും നവീനും കൂടെ ബാക്കിൽ ഡാൻസാണ്, താണ്ഡവം ഡാൻസാണ് കേട്ടോ. അപ്പം അനീഷും അതെ അരിക്കൊമ്പൻ തന്നെ എന്ന് പറയുമ്പോൾ അപ്പാന് അരിക്കൊമ്പനല്ല, നീ വെറും നൂല് എന്ന് പറഞ്ഞിട്ട്. അപ്പം ബിൻസിക്ക് ഇതൊക്കെ കേട്ടാൽ വട്ടായിട്ട് അപ്പം അനീഷിൻ്റെ അടുത്ത് പറയട്ടെ, ചേട്ടൻ്റെ ഓവൻ്റെ കാര്യം ഞങ്ങൾ വലിയ സീനൊന്നും ആക്കിയില്ലോ, അത് ഞങ്ങൾ കിച്ചൺ ടീം തന്നെ പറഞ്ഞ് അത് അങ്ങോട്ട് സോൾവ് ആക്കിയില്ലേ. ഇപ്പം ഈ ഒരു കുഞ്ഞു പ്രശ്നം ചേട്ടൻ തന്നെ പറഞ്ഞുണ്ടാക്കിയത്, അപ്പുറത്തുള്ള ഷാനവാസിക്ക വരെ കേട്ടിട്ട് ഓടി വന്നു. അപ്പോൾ ചേട്ടനല്ലേ ഇത് വലുതാക്കിയത്, എങ്ങനെ സോൾവ് ചെയ്യാനല്ലേ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഒരുവിധം എല്ലാവരും ഒന്ന് ശ്വാസപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെ കണ്ടിട്ട് ചേട്ടാ എനിക്ക് വിശക്കുന്നു, അതിനാണ് ഞാൻ വന്നതെന്ന് പറയട്ടെ. അപ്പോൾ അനീഷ് വിശക്കുന്നുണ്ടെങ്കിൽ വായു ഭക്ഷിക്കുക എന്ന് പറയട്ടെ. അപ്പോൾ പിന്നെ അതിനാണോ നിങ്ങളെ കിച്ചൺ ടീമിൽ നിർത്തിയിരിക്കുന്നത്, എന്നാൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വായു തരാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ഇവിടെ നിൽക്കണം, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുക, ഇതൊന്നും പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാണ് കിച്ചൺ ടീം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, ഇതിനൊന്നും നിൽക്കണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയട്ടെ. അപ്പോൾ അനീഷ് നിങ്ങൾ അന്നസറിയായി ടൈം കളയുന്നു, അത് തന്നെ ഒരു 4-5 പ്രാവശ്യം പറയട്ടെ. പിന്നെ തനിക്ക് പറ്റൂലെങ്കിൽ ഇപ്പം ഇറങ്ങണോ, എനിക്കുണ്ട് സമയം, എനിക്ക് ടൈമുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് ചോദിച്ചത് അല്ലാണ്ട് ലഞ്ചല്ല എന്നൊക്കെ അനീഷ് നല്ല രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ രേണു വന്നിട്ട് ഗുളിക കഴിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, അതിന് അനീഷ് ഇങ്ങനെയൊക്കെ പറയണോ, വായു വേണമെങ്കിൽ എടുത്ത് കഴിക്കാന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കാണോ കഴിക്കേണ്ടത് ചോദിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഷാനവാസും ശാരികയും 2 പേരും കൂടെ വരട്ടെ. ഷാനവാസ് അനീഷിൻ്റെ അവർ 2 കൂടി ഇരുന്ന് സംസാരിക്കാം അവിടെ. അപ്പോൾ ഷാനവാസ് അനീഷിൻ്റെ വിചാരം ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആളെന്നാണ്, ഈ അല്ലാണ്ട് ഒരു സെക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് സോൾവ് ചെയ്യല്ലേ ക്യാപ്റ്റൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. അപ്പം ശാരിക പറയാം അയാളിങ്ങനെ നോക്കിയെടുക്കാം, ഇതാ അവിടെ ഒരു തെറ്റിയതു ഇവിടെ ഒരു തെറ്റിയതു എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കണം, അത് തന്നെയാണ് അയാളുടെ പണിയെന്ന് പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നി അറിയാം അവിടെ ഒന്ന് വർത്താനം പറഞ്ഞ് ആ തുപ്പലൊക്കെ ഫുഡിൽ വീഴും എന്ന് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പറയട്ടോ. അപ്പം അനീഷ് നമ്മുടെ ഷാനവാസ് പറഞ്ഞിട്ട് ഫുഡിലൊക്കെ തുപ്പലൊന്നും വീഴാൻ നോക്കണം, എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞു പറയാം. അപ്പം അനീഷ് നീ പോടാ, അവൻ്റെ ഒരു ഉപദേശം വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വാ പൊട്ടി മിണ്ടാതെ അവിടെ ഇരിക്കുകയെന്ന് പറയേണ്ട അനീഷ് ഭ്രാന്തിട്ട്. ഫുഡാണെങ്കിൽ ആവുന്നില്ല, എല്ലാവരും കുക്കിംഗ് അത്ര അറിയാൻ വയ്യാത്ത ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കുക്ക് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് ഓനിയിലും അഭിലാഷം കൊണ്ട് ഇരിക്കുക കേട്ടോ. എന്താ പറയുക അക്ബർ സൈലൻ്റ് ആണല്ലോ. അപ്പോൾ അഭിലാഷം പറഞ്ഞത് അതവിടെ കേട്ടു, അതാ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇത് നമ്മുടെ അക്ബർ സംസാരിക്കാൻ തുടങ്ങി. ഷാനവാസ് പറഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റൻസി ഉള്ള ആളാണ്, ഞാൻ ക്യാപ്റ്റൻ്റെ പണിയാണ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാവരും പറഞ്ഞ കേട്ടാണ് ഞാൻ വന്നതെന്ന് പറയാം. അപ്പോൾ അക്ബർ ഞങ്ങൾ കിച്ചൺ ടീം സംസാരിച്ചേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനീഷ് ആരെങ്കിലും പിരി കയറ്റിട്ടുണ്ടെങ്കിൽ ആ പിരിയും കേട്ടിങ്ങനെ വന്നോളൂ, സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഷാനവാസ് താൻ തൻ്റെ പണി നോക്കണോ എന്ന് പറയും. അപ്പോൾ ഓണിയിൽ ഇത് ലഞ്ചാണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഓണിയിൽ വരിക. അപ്പോൾ അക്ബർ ഉണ്ടാക്കുമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഓണിയിൽ ഷാനവാസ് നീ ഉണ്ടാക്കടാ എന്ന് പറയാം. അക്ബർ പിന്നെ അല്ലാണ്ട് വേറെ എന്താ കാണിക്കണം, ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഉണ്ടാക്കല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അക്ബർ ഷാനവാസിനടുത്ത് നീ ആരാന്നാണ് നിൻ്റെ വിചാരം, നീ പോടാ തരത്തിപ്പോൾ കളിക്കടാ എന്നൊക്കെ പറയാം. അത് പറഞ്ഞിട്ട് അക്ബറിന് ഷാനവാസിനെ മുഖത്തോട് പോകാൻ നോക്കിക്കുമ്പോഴേക്കും ആര് തലക്കുന്ന ഹലോ മിണ്ടാതിരിക്കുക, വെറുതെ ഓവറായിട്ട് ചളവാക്കരുത് എന്ന് പറയട്ടെ. അപ്പോൾ ഷാനവാസ് നീ നിൻ്റെ പണി നോക്ക് എന്നൊക്കെ പറയാം. അതിനിടയ്ക്കും അനീഷും ഷാനവാസ് ഇവിടെ കയറി ഒരു അഭിപ്രായം പറയണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പം ഷാനവാസ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, ഞാൻ നിന്നെപ്പോലെയല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എല്ലാവരും കൂടെ അഭിപ്രായങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അക്ബർ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഷാനവാസിനും ഒണിയിലിനും ദേഷ്യം വന്നു. 2 കൂടെ വേഗം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം അവിടെയുള്ള ഒരു ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് പറയാം ബിഗ് ബോസ് തെറി വിളിച്ചു, ആ വാക്ക് ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചതിന് തക്കതായ ശിക്ഷ കൊടുക്കണം, ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇതിന് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഓണിയിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് പറയുന്നത് നീ തീർന്നടാ. അപ്പോൾ അക്ബർ പിന്നെ നീ അങ്ങോട്ട് തീർക്ക് എന്ന് പറയാം കേട്ടോ. എന്നിട്ട്
നീ എന്നെ വിളിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മുടെ ഓണിയിൽ. അപ്പം ഈ അക്ബറിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അപ്പാനിക്ക് ചോര കളിക്കും. അപ്പോഴൊക്കെ അപ്പാനി വന്ന് കേട്ടാലും ഞങ്ങളും പ്രതികരിക്കും, എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി ഓടി വന്നിട്ടാ. അപ്പോൾ ഷാനവാസിനടുത്ത് പറയാം, ഇതിലിടപെടാൻ നിനക്ക് എന്താ അവകാശം, ഇതിന് മറുപടി ഞാനും പറയും, നീ ആരിടാന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അതിനിടയ്ക്ക് അക്ബർ അപ്പാനീനെ മാറ്റുന്നുണ്ട് കേട്ടോ, കൈ വെച്ചിട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് ഇവിടെ കുറേ ഗ്രൂപ്പല്ലേ നിങ്ങൾ ഉണ്ടാക്കണേന്ന് പറയാം. അപ്പോൾ അപ്പാന് ആര് ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്കൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ട് ആരാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു അതിന് ചോദിക്കണ്ടേ. അപ്പോൾ അക്ബർ നീ ചെയ്ത കാര്യങ്ങളൊന്നും പറയണ്ട, ഷാനവാസിനടുത്ത് പറയാം, നീ ചെയ്ത കാര്യങ്ങളൊന്നും പറയേണ്ടത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എവിടെയാണ് ഗ്രൂപ്പിസ് ഉള്ളതെന്ന് മനസ്സിലായി എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഷാനവാസ് സംസ്കാരശൂന്യൻ എന്ന് പറയട്ടെ. അപ്പോൾ അക്ബർ നിൻ്റെ അടുത്ത് ഇത്ര സംസ്കാരത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ, ഇപ്പം സംസാരിക്കുന്ന സംസ്കാരം തന്നെ കൂടുതലാണെന്ന് പറയട്ടെ. അപ്പോൾ അക്ബർ പിന്നെ അതിന് അടുത്ത സൈഡിൽ അക്ബറും അപ്പാനിയും കൂടെ ഊഞ്ഞാലിൽ, രണ്ട് സെപ്പറേറ്റ് ഊഞ്ഞാലാണ്, നമ്മുടെ ഫുള്ളായിട്ടുള്ള ഊഞ്ഞാലല്ല, കൊട്ട പോലത്തെ ഊഞ്ഞാലില്ലേ, അങ്ങനത്തെ രണ്ടെണ്ണത്തിലിരിക്കുകയാണ് അക്ബറും അപ്പാനിയും കൂടെ ഊഞ്ഞാലാടിക്കൊണ്ട്. എന്തായിരിക്കും എന്നാൽ ഈ പ്രശ്നത്തിലൊന്നും അബി ഇടപെടാതിരുന്നത്. അപ്പോൾ അക്ബർ ഇങ്ങനെ ന്യൂട്രലായിട്ട് കളിക്കുന്നത് കൊണ്ട് എന്താ അവൻ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ അപ്പാന് അവൻ ഇടപെടില്ല, അവൻ നല്ല പിള്ള ചമഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പാന് അക്ബറിനെ പറയാം, നിന്നെ ചീത്ത പറഞ്ഞപ്പോഴേക്കും എനിക്കവിടെ കുരു പൊട്ടിട്ട് പോയാ, പിന്നെയാണ് ഞാൻ ഇടപെടാതിരിക്കാനും പറ്റില്ല, ഇടപെടുകയും വേണം. അപ്പോൾ അക്ബർ പറഞ്ഞ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഇവന്മാരൊന്നും പേടിയൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചോളാം, നീ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി ഇതൊക്കെ പറയട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ പറയാണ്, അക്ബർ പറയാണ്, ഈ വീക്കിൽ ഒണിയിൽ പോയിരുന്നെങ്കിൽ. അപ്പോൾ അപ്പാന് അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്, അവന് ഈ പ്രാവശ്യം തെറിക്കണം. അപ്പോൾ അക്ബർ അവൻ്റെ മുന്നിൽ നിന്ന് എനിക്കൊരു ചായ കുടിക്കണം അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അപ്പാന് അവൻ്റെ മുന്നിൽ കാലുമേ കാലിട്ട് ഞാൻ ഇരിക്കണം, എന്താ അവൻ്റെ ഒരു ഷോ എന്നൊക്കെ പറയട്ടെ. അതിലേക്ക് ബിന്നിയും അനുവും അങ്ങനെ കുറച്ച് പേരെല്ലാം കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആര്യം വന്നിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഷെയ്ക്കാൻ കൊടുക്കില്ല, പിള്ളേരിങ്ങനെ കളിക്കണം, അതുപോലെ എല്ലാവർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അനുവിന് കൊടുത്തില്ല. അപ്പോൾ ബിന്നി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നോക്കുന്നുണ്ട്. എന്നിട്ട് ബിന്നി അനുവിനെ എടുത്തിട്ട് ഒരു ക്രഷ് മണക്കുന്നുണ്ടല്ലോ എന്ന് പറയട്ടെ. അപ്പം അനു നിനക്ക് മാത്രം അവൻ കൈ തന്നില്ല, അതെന്താ കുട്ടാ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പം അനു ഒന്നുമില്ല പറയാം. എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഒരു നോട്ടമൊക്കെ നോക്കിയല്ലോ, നീയും ശൈത്യയും എന്ന് പറയട്ടെ. അപ്പോൾ അനു ശൈത്യം നോക്കിയിട്ട്, എടീ ഒരു കട്ടിൽ ഒരുമിച്ച് വന്നിട്ട് നീ എന്നെ ഒറ്റ കൊടുത്തല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നിന്നെ കൂടെ കിടത്തില്ല നോക്കിയോ എന്ന് പറയാം. പിന്നെ അടുത്ത സീനിൽ മിഡ് വീക്ക് എവിക്ഷനാണ് കേട്ടോ. അത് മിഡ് വീക്ക് എവിക്ഷനല്ല, മിഡ് വീക്ക് സസ്പെൻഷനാണ്. അങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്തു. കാരണം ഇത് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം അല്ല ഈ മിഡ് വീക്ക് എവിക്ഷൻ നടത്തുന്നത്, അത് വീക്കെൻഡിലുള്ള എവിക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള മിഡ് വീക്കിലുള്ളതിലേക്ക് 2 പേര് 6 പേരുണ്ടല്ലോ, അതിൽ 2 പേര് ഒരു ത്യാഗമാണ് ചെയ്യേണ്ടത്. കാരണം ഓരോ ആൾക്കാർക്ക് 500 പോയിൻറ്റ്സ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പേരെ ഗെയിം കളിച്ചിട്ട് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന 2 പേരെ അങ്ങനെയുള്ളവരെ ഒരു ഡെഡ് സോണിലേക്ക് പാർപ്പിക്കും. അതായത് ക്യാമറയോ സൗണ്ടോ ഒന്നും ഇല്ലാത്തൊരു ഏകാന്തവാസം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറ്റും. എന്നിട്ട് അതുകൊണ്ട് തന്നെ 2 പേര് പോകുന്നതുകൊണ്ട് തന്നെ ഈ 500 അതായത് 1000 പോയിൻറ്റ്സ് ഈ ടീം അംഗങ്ങൾക്ക്, അതായത് നമ്മുടെ കണ്ടസ്റ്റൻസിന് കിട്ടും, ഈ ഹൗസിലേക്ക് കിട്ടും. ഇനി ഇവരൊക്കെ തിരിച്ച് വരണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കണ്ടസ്റ്റൻസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2 പാർട്ട്നേഴ്സിനെ വെച്ച് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് 2 പാർട്ട്നേഴ്സിനെ കളിക്കുന്നത്. അപ്പം ആദ്യം തന്നെ റണ ഫാത്തിമ ഞാൻ എന്ന് പറഞ്ഞു റണ ഫാത്തിമ വന്നു. റണ ഫാത്തിമ നല്ല ബ്രില്യൻ്റായിട്ട് സെലക്ട് ചെയ്തു. ആര്യനെയും ഗസലിനെയും സെലക്ട് ചെയ്തു 2 പേര്. നമ്മുടെ ശാരിക, ബിന്നി, ആദില, നൂറെ. അതാകുമ്പോൾ പിന്നെ 2 പേരുണ്ടല്ലോ, നമ്മുടെ ആദിലയും നൂറയും 2 പേര്, അപ്പോൾ 3 പേരെ കിട്ടി. അതാണ് ശാരിക നോക്കിയത്. പിന്നെ ഒണിയിലാണെങ്കിൽ അക്ബർ, ഷാനവാസ് കേട്ടോ. അക്ബറായിട്ട് രാവിലെ അടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ അക്ബറിനെയും ഷാനവാസിനെയും എടുത്തു. പിന്നെ അനീഷ് ആരെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ ശരത്തിനെ വിളിച്ചേക്കണം. ശരത്തിനെയും പിന്നെ അതുപോലെ തന്നെ അനുമോളിനെയും വിളിച്ചേക്കണം. വലിയൊരു സ്പീച്ചൊക്കെ നടത്തി. എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്, എന്നാലും ആപത്ത് സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ശരത്തിനെയും അനുമോളെ വിളിച്ചത്. പിന്നെ ആയിട്ട് സരിക നവീനെയും അഭിലാഷിനെയും വിളിച്ചു. പിന്നെ രേണു, ബിന്നിയും ശൈത്യനെയും വിളിച്ചു.
പിന്നെ അടുത്ത സീനിൽ പിന്നെ അടുത്ത ഫൈറ്റാണ് കേട്ടോ. അടുത്ത ഫൈറ്റ് ഗസലിൻ്റെ ഫൈറ്റ്. ഗസൽ എല്ലാം ഓരോരോ സ്ഥലത്ത് പല സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫേസ് വാഷും അതും ഇതും അങ്ങനെ ഇങ്ങനെ പല സാധനങ്ങൾ ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുകയാണ്. വാഷ്റൂമിൻ്റെ പുറത്ത് നമ്മുടെ ഷാനവാസും അനുമോളും ശൈത്യയും പിന്നെ ഒണയിൽ പിന്നെ ശാരിക ഇത്രയും പേര് അവിടെ നിന്ന് സരിക ഇത്രയും പേര് നിന്ന് സംസാരിക്കട്ടെ. അപ്പോൾ അതിന് ഷാനവാസ് പറഞ്ഞു, ഈ ഗസയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അലൗഡ് ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ അനുമോള് ശരിയാ, അത് ഇന്നറല്ല, അത് നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സ് തന്നെയാണ്, എന്നിട്ട് എന്താ ക്യാപ്റ്റൻ സംസാരിക്കാത്തതെന്ന് ചോദിക്കുക. അപ്പം ശൈത്യ ഇന്നറാണെന്നാണ് പറയണത് എന്ന് പറയട്ടെ. പൊണിയിൽ അല്ല, അത് പൈജാമയാണെന്ന് പറയാം. അതിനും ഇന്നർ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഇവിടെ ഗോൾഡ് വർക്കൊക്കെ വരുമോ ഇന്നറിന്? ഏത് ഇന്നറിനുണ്ട് ഗോൾഡ് വർക്ക്? ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞല്ലേ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറയാം. അപ്പം ഷാനവാസ് ഗസലിൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പരാതികളുണ്ടെന്ന് ഗസലിൻ്റെ അടുത്ത് പറയാൻ കേട്ടോ. ഗസൽ ബിഗ് ബോസ് തന്ന ടോപ്പ് കീറിപ്പോയി, അതുകൊണ്ടാണ് എന്ന് പറയട്ടെ. അപ്പോൾ അപ്പോൾ ഇപ്പം ഇട്ടിരിക്കുന്ന ഏത് ഡ്രസ്സാണ്? അത് ഫസ്റ്റ് ഡേയിലെ ഡ്രസ്സാണ്, നമുക്ക് ആ ലോഞ്ചിൽ തന്ന ആ ഡ്രസ്സില്ലേ, അതാണ് ഞാൻ ധരിച്ചേക്കണേന്നൊക്കെ പറയാം. അപ്പോൾ ബിഗ് ബോസ് ഗസലിനെ പറയാം, ഗസൽ കൃത്യമായിട്ട് യൂണിഫോം ധരിക്കുന്നില്ല എന്ന് പറയാം. ഗസൽ പറയണം, അപ്പോൾ ഒരു ഉടുപ്പ് കഴുകിയിട്ടു, പിന്നൊന്ന് കീറിപ്പോയി, ഒരു ഉടുപ്പും കൂടെ വേണം എന്ന് പറയാം. അപ്പം ഇതേതാന്ന് ഈ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് വയ്ക്കുക, അത് മറ്റേ ലോഞ്ചിലെ ബാഗിലുള്ളതാണ്, 4 തന്നു. ഗസൽ പറയാം, ഇവിടെ ഞാൻ എന്തെങ്കിലും ഇട്ട അപ്പം കുശുമ്പാണ് എന്ന് പറയാം. അപ്പോൾ അനു, ഇത് കുശുമ്പൊന്നുമല്ല, ബിഗ് ബോസ് പറഞ്ഞ ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടേക്കണത്, നിൻ്റെ പോലെയൊന്നും അല്ല എന്ന് പറയാം. അപ്പോൾ ഗസൽ, നീ ആരാ, ഞങ്ങളുടെ അമ്മൂമ്മയാണോ എന്ന് ചോദിക്കുക. നിനക്കെന്താ പ്രോബ്ലം? ഞങ്ങളുടെ ബോഡി, ഞങ്ങളുടെ ചോയ്സ്, ഞങ്ങൾ ഇഷ്ടമുള്ളത് ഇടും, നീ എന്തിട്ടാലും ഞാൻ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനു, അത് അങ്ങനെയല്ലല്ലോ, ബിഗ് ബോസ് തന്ന ഡ്രസ്സല്ലേ ഇടേണ്ടത്. അപ്പോൾ ഗസൽ, ഞങ്ങളുടെ മെറ്റീരിയൽ നിൻ്റെ മെറ്റീരിയൽ പോലെ അല്ല, ഞങ്ങൾ ഹൈറ്റ് വെയിറ്റ് ഉള്ള ആൾക്കാരാണ്, നീ ചെറുതല്ലേ, അപ്പോൾ ഞങ്ങളുടെയൊക്കെ വേഗം കീറുകയൊക്കെ ചെയ്യും. ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞതും അനുവിൻ്റെ ഫ്യൂസ് പോയി. അനു പറഞ്ഞാൽ, ഹൈറ്റിൻ്റെ കാര്യം പറയരുത്, എനിക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തിയില്ലേ, അത് എൻ്റെ കഴിവുകൊണ്ടാണ്. ഗസൽ, നീ മര്യാദയ്ക്ക് സംസാരിക്കുക എന്ന് പറയാം. ഹൈറ്റിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആദില പറഞ്ഞ ഡ്രസ്സിനെ പറ്റി പറയാം, പക്ഷെ ഹൈറ്റിനെ പറ്റി പറയരുത്, ദാറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയാം. അപ്പം വേഗം അനു കരച്ചിലായി. അനു കാരനോട് വേഗം വാഷ്റൂമിൻ്റെ അകത്തേക്ക് അങ്ങ് പോയി. ഡ്രസ്സിങ് റൂം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പോയിട്ട് ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും ഷാനവാസി വന്നു, ഈ 1-2 പറയുമ്പോഴേക്കും നീ എന്തിനാ കരയാൻ വേണ്ടി നിൽക്കണം, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അനു, പണ്ട് മുതൽ ഇത് കേട്ട് മടുത്ത് കേട്ടാൽ എല്ലാവരും ഹൈറ്റ് കുറവാന്ന് പറയും, എനിക്കത് ഭയങ്കര ഒരു ട്രോമയാണ് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് കരച്ചിൽ കഴിഞ്ഞ് എല്ലാവരും വന്ന് ആശ്വസിപ്പിക്കൽ, ശൈത്യനെ കെട്ടിപ്പിടിക്കലും കരയണു, അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുറത്തു വന്നു. അപ്പോൾ ഗസൽ പറഞ്ഞ്, നെക്സ്റ്റ് ടൈം യു ഡോണ്ട് അറ്റാക്ക് മീ, സോ ഐ വോണ്ട് അറ്റാക്ക് യു എന്നൊക്കെ പറയാം കേട്ടോ. അതിനും അപ്പോഴേക്കും ബിഗ് ബോസ് പറഞ്ഞു, ഗസൽ ഇത് 3ാമത്തെ തവണയാണ് നിങ്ങളോട് പറയുന്നത്, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാം കേട്ടോ. അപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ അതിന് ശൈത്യം അനുമോളും കൂടി ഇരിക്കുക. അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടമല്ല, ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ലൂസായിരുന്നു, എന്നിട്ട് ഇവിടെ സൈഡിൽ കെട്ടി വെച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതെങ്ങനെ കീറിപ്പോയി, എന്ത് ടാസ്ക് ആയിട്ട് കീറിപ്പോയി എന്നൊക്കെ ഇവരെന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ ഗസലുമാണ്. അവർ രണ്ടും കൂടെ അവരുടെ കട്ടിൽ താഴെയുള്ള വലിപ്പമുണ്ടല്ലോ, അവിടെ നിന്ന് ഗസൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ആര്യം പറയാം, എന്തായാലും തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് നവീൻ ബെഡിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് തക്കാളിയൊക്കെ വെച്ച് ഭയങ്കര സ്മാഷ് ചെയ്തിട്ട് ഇരുന്ന് കഴിക്കണ്ട. അപ്പോൾ അതിനിടയ്ക്ക് ആദില വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഇവിടെ നീ നൂറേ വന്നിട്ട്, എന്താടാ നീ ഇവിടെ ചെയ്യുന്നത്, എന്തോ കുരുത്തൊക്കെ ഉണ്ടല്ലോ, വാ ഞാനും കൂടെ തരാം, അതിൻ്റെ വയലും കുറച്ച് വെച്ച് കൊടുത്തു, ഇനിയിപ്പോൾ നീയും കള്ളി ചെയ്യാൻ എന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഞാനൊന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഇടപെട്ടില്ല എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് ടാസ്കിൻ്റെ സമയം കേട്ടോ. ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ ഒരു ടേബിളിൽ പല കളറിലുള്ള വാട്ടർ വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ടർ വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു 10-20 താക്കോലുണ്ട്. അതിനകത്തുനിന്ന് ഫ്രണ്ടിലൊരു ട്രഷർ ബോക്സ് വെച്ചിട്ടുണ്ട്. ട്രഷർ ബോക്സിൽ കറക്റ്റായിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള താക്കോൽ തിരഞ്ഞെടുത്ത് ആ ബോക്സ് തുറക്കണം. എന്നിട്ട് അതിനകത്ത് കുറേ സേഫ്റ്റി ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇട്ടിട്ട് ഫ്രണ്ടിൽ കുറേ ചെളി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മഡുണ്ട്. ആ മഡിനകത്ത് കയറി കുറേ കോയിൻസ് ഇട്ടിട്ടുണ്ട്. ആ കോയിൻസ് മാക്സിമം കളക്ട് ചെയ്യുക, അതാണ് ടാസ്ക്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് മെയിനായിട്ട് ഈ നോമിനേഷനിലുള്ള ആൾക്കാരല്ല കേട്ടോ, മിഡ് എവിക്ഷൻ ഇതിലുള്ള ആൾക്കാരല്ല, ഇവർ ഹെൽപ്പിന് വേണ്ടി വിളിച്ച ആൾക്കാരില്ലേ, അവരാണ് എടുക്കേണ്ടത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ അനീഷിന് 3 കോയിൻസ് കിട്ടി, ഒണിയലിന് 12 കോയിൻസ്, രേണുവിന് 13 കോയിൻസ്, രേണ ഫാത്തിമയ്ക്ക് 15 കോയിൻസ്, ശാരികയ്ക്ക് 9 കോയിൻസ്, സരികയ്ക്ക് 14 കോയിൻസ്. അങ്ങനെ നമ്മുടെ ഇത്
ശരികയാണ് 5 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. റെന ഫാത്തിമ 6 പോയിൻറ്റ്സ്, നമ്മുടെ രേണു 4 പോയിൻറ്റ്സ്, ഒണയിൽ 3 പോയിൻറ്റ്സ്, ശാരിക 2 പോയിൻറ്റ്സ്, അനീഷ് 1 പോയിൻറ്റ്. പിന്നെ അടുത്ത സീനിൽ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അനീഷ് എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറയാം. അനീഷിൻ്റെ അടുത്ത് നമ്മുടെ ശാരികയൊക്കെ, നിനക്ക് ആരെങ്കിലും വല്ല പ്രേമലേഖനം എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ, പ്രേമ അഭ്യർത്ഥന വല്ല കിട്ടിയിട്ടുണ്ടോ? എനിക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നീ എന്ത് റിപ്ലൈ കൊടുത്തു? അയ്യോ എൻ്റെ അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും അങ്ങനെ പ്രേമിക്കാനും പാടില്ല, സമയമാകുമ്പോൾ ഞങ്ങൾ നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ് ആൻഡ് ഓൾ എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ പിന്നെ നമ്മുടെ രേണുവിനെ സൊപ്പടിക്കാൻ വേണ്ടി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രേണുവും നമ്മുടെ ശാരികയും കൂടെ സംസാരമുണ്ട്. ശാരിക നീ വളരെ സ്ട്രോങ് ആണ്, നിന്നെ കണ്ടുപിടിക്കാൻ എത്ര പേരാണ് ഉള്ളതെന്നറിയോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് അക്ബർ ഹാർട്ട് ഷേപ്പിലുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടായിട്ട് രേണുവിനെ സോപ്പടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കൊള്ളാൻ ചേച്ചി സൂപ്പർ എന്നൊക്കെ പറയാം. രേണു ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനത് ക്ഷമിച്ചു എന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഒരു പാർട്ട് ഞാൻ കഴിക്കുന്നുണ്ട്, ഭക്ഷണമല്ലേ അപ്പം ഞാൻ കളയുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ക്ഷമിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാട്ടോ. ഇത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാണ് ഈ ഒരാഴ്ച കൊണ്ട് അക്ബർ ചെയ്ത എല്ലാത്തിനും ക്ഷമ ചോദിച്ച് നല്ലത് പറയിപ്പിക്കണം രേണുവിനെ കൊണ്ട്. നവീനും പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ടേബിളിൽ. അപ്പം നവീൻ മറ്റേ കിച്ചൺ ടീമിനടുത്ത് പറയാം, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സിങ്കിൽ കൊണ്ടുവന്നിടണം, മിനിമം മാനേഴ്സ് കാണിക്കണം കേട്ടോ എന്നൊക്കെ പറയാം. വാഷ് ബേസിൽ കൊണ്ടിട്ടാൽ ഞാൻ കഴുകാം എന്ന് പറയാം. തിന്ന പ്ലേറ്റ് സ്വന്തമായിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കും. പിന്നെ അപ്പോൾ മറ്റേ അപ്പാനെ കഴുകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറയും അപ്പാനെ കഴിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ നിനക്ക് എന്തെങ്കിലും ചോദിച്ചില്ല എന്നൊക്കെ ചോദിക്കുക. എൻ്റെ ശരിക്കും ദേഷ്യം പറഞ്ഞിട്ടില്ല, പിന്നെ കപ്പ് കുടിച്ച് അതുപോലും കഴുകി വെക്കാത്ത നീയാണ് എന്നെ ശീലങ്ങൾ പഠിപ്പിക്കണേന്ന് ചോദിക്കുക. അപ്പോൾ നവീൻ പിന്നെ നിങ്ങൾ എന്തിനാ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആക്കിയത്, എന്തിനാ ഷാനവാസ് എന്നെ ക്യാപ്റ്റൻ ആക്കിയതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശരിക്കും ഇത് ഷാനവാസിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവീൻ ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ പറയും എനിക്കിവിടെ എല്ലാവരും പാത്രം കഴുകാനൊന്നും പറ്റില്ല, ഞാൻ അവരുടെ അമ്മയോ കുഞ്ഞമ്മയോ വല്ല ആണോ എന്നൊക്കെ ചോദിക്കുക. അപ്പം അഭിലാഷ് പറയാം പ്രസൻറ്റിങ് നവീൻ ആൻഡ്രൂസ് എന്നാണ് പറഞ്ഞു, നവീൻ ആൻഡ്രൂസ് ഐക്കൺ ഓഫ് BBC സീസൺ 7 മലയാളം എന്നൊക്കെ പറയാട്ടെ. നവീൻ അങ്ങോട്ട് ദേഷ്യം വേണ്ടേ, നവീൻ നിങ്ങൾ തിന്ന പാത്രം കഴുകി വെക്കാൻ എനിക്ക് പറ്റൂല, ബേസിക് ആയിട്ടുള്ളൊരു മനുഷ്യത്വം വേണം, അല്ലാതെ ഇവരൊക്കെ എന്തിനാ മരപ്പാവുകളെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് ഞാൻ കഴുകിയല്ലോ എൻ്റെ പ്ലേറ്റ്, നിങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരടുത്ത് പറ ഇതുപോലെ പ്ലേറ്റ് കഴുകിയൊക്കെ. ഷാനവാസ് ഞാൻ അതെങ്ങനെ പറയും, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, പിന്നെ നിങ്ങളെന്തിനാണ് അവിടെ കഴുകാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, കുടിച്ചൊരു കപ്പ് പോലും നീ കഴുകി വെക്കില്ലോ എന്നിട്ടാണോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കപ്പൊക്കെ കഴുകി വെക്കും, പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും അവരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കപ്പ് കഴുകി വെക്കുന്നത്. പക്ഷേ ഷാനവാസ് ആര് പറഞ്ഞു ഞാൻ വാഷിംഗ് ടീമിലുള്ള സമയത്ത് നീയാണെങ്കിൽ അവിടെ കൊണ്ട് വെച്ചിട്ടോ, അല്ല അവിടെയൊന്നുമല്ല അവിടെയോ ഇവിടെയോ എവിടെയെങ്കിലൊക്കെ കൊണ്ട് വെക്കും, എന്നിട്ട് പിന്നെ ഞങ്ങളാണ് അതെടുത്ത് കഴുകണത്. അപ്പം നവീൻ പറയാം അതാ അന്ന്, ഞാനിപ്പോൾ റെസ്പോൺസിബിലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശീലമൊക്കെ മാറി, ഇപ്പം ഞാനെല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്യുമെന്ന് പറയാനായിട്ടാണ് പറ്റിയ അതാണ് നമ്മുടെ നവീൻ. എൻ്റെ ഷാനവാസ് എന്നിട്ട് നീ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതാ, ഇതാ അവിടെ അവരൊക്കെ ഇരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അവരുടെ ചെന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചോന്ന് പറയട്ടെ. അപ്പം നവീൻ വേഗം എണീറ്റ് പോയി. അപ്പോൾ ഷാനവാസ് നവീൻ തിരിച്ചിട്ട് ഈ കപ്പും കൂടെ എന്ന് പറഞ്ഞിട്ട് കപ്പ് കൊടുത്ത് നവീൻ എനിക്ക് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരിടത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്കാണ്, അതായത് ഇവരുടെ ജീവിത കഥയൊക്കെ പറയാനുള്ള അവസരമാണ്. 3 പേർക്കാണ് ഇന്ന് അവസരം കിട്ടിയിരിക്കുന്നത്. ഇന്ന് അവസരം കിട്ടിയത് ശാരികയ്ക്കും രേണുവിനും പിന്നെ ഒണീലിനുമാണ് കേട്ടോ. അവരവരുടെ അതങ്ങനെ അത്ര വലിയ സംഭവങ്ങളായിട്ടുണ്ട്, ജസ്റ്റ് അവരുടെ ചൈൽഡ്ഹുഡും പിന്നെ ഫാദറിനെ മദറിനെ പറ്റിയൊക്കെ. ഒണീലാണ് കുറച്ചിങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇമോഷണലൊക്കെ കാണിച്ചത്. ആസ് യൂഷ്വൽ എല്ലാ ഇയറിലുള്ള സീസൺസിലും ഉള്ളതാണല്ലോ ഇതുപോലത്തെ കുറേ. പക്ഷേ ആരും അങ്ങനെ നമ്മൾ കരയേണ്ട സ്റ്റോറീസ് ആയിട്ടൊന്നും ആരും അങ്ങനെ പറഞ്ഞില്ല. നോർമലായിട്ട് അവരുടെ ചൈൽഡ്ഹുഡും അച്ഛൻ എങ്ങനെയായിരുന്നു അമ്മ എങ്ങനെയായിരുന്നു എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മളെ എപ്പിസോഡിൽ കാണിച്ച അങ്ങനെ കേട്ടോ, ഇനി ലൈവിൽ എന്താ കാണിച്ചതെന്ന് അറിയില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഗസൽ തപ്പോട്ടോ ഫേസ് വാഷ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ കാണുന്നില്ല. ഐ തിങ്ക് സംബഡി കെയിം ഹിയർ ആൻഡ് ടേക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗസൽ തപ്പുന്നുണ്ട്. അതോടെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പ്ലസിൻ്റെ അകത്തുള്ളതാണ്. അതിനകത്ത് ഇത് ഓവൻ്റെ തന്നെ കിച്ചണിൽ രാവിലെ വേറെ സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ അനീഷ് സ്റ്റീൽ പാത്രത്തിൽ ഓവൻ്റെ അകത്ത് ചൂടാക്കാൻ വെച്ചു. അപ്പോഴേക്കും ഗസലും ആരും കൂടെ ചാടിപ്പിടിച്ചു, അയ്യോ അതിനകത്ത് ഓൺ ചെയ്യില്ലേ, അത് ബ്ലാസ്റ്റ് ആവും എന്നൊക്കെ പറയാം. അനീഷ് ഇത് ഇത്രയ്ക്ക് വലിയ സംഭവമാക്കാൻ എന്താണുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഓവൻ യൂസ് ചെയ്യണത് പറയാം. അപ്പോൾ അതങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. ഇത് എനിക്കറിയണ്ടേ, അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാം. പിന്നെ അപ്പാനി ബിന്നിയെ കൂടെ സംസാരിക്കുക. അപ്പോൾ അപ്പാനി ഇവിടെ വന്ന് അന്ന് മുതൽ ഇവൻ കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബിന്നി പറയാം, അതെ 1ാം സ്ഥാനം എങ്ങനെ കൊടുക്കും, ഫുൾ കളിയുടെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ഒരു ടാസ്കിന് മാത്രമാണെന്ന് പറഞ്ഞത് പിന്നെയും 1ാം സ്ഥാനം കൊടുത്ത് അങ്ങനെ വിട്ടേനെ എന്നൊക്കെ പറയാം കേട്ടോ. അതുകഴിഞ്ഞിട്ട് അപ്പാനി പറയാം ഫ്രേക്കാണ് എന്ന് പറയാം. പിന്നെ അതിന് ശേഷം ഡ്രസ്സ് വന്നു കേട്ടോ ആളുകളുടെയൊക്കെ. ഡ്രസ്സ് വെച്ചാൽ അവരുടെ സ്വന്തം ഡ്രസ്സല്ല, ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കളിക്കുന്ന രേണു കരച്ചിലാണ്. കുഞ്ഞിൻ്റെയൊക്കെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമമൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെയാണ്. പിന്നെ നമ്മുടെ പട്ടി വരച്ചു, നമ്മുടെ അപ്പാനി ഇറങ്ങി, പിന്നെ അനുമോൾ ഇറങ്ങി. അങ്ങനെ എല്ലാവരും ദൈവമേ ഞങ്ങളുടെ മുട്ടയും പാലൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. ആക്ടിവിറ്റി ഏരിയയിൽ പറഞ്ഞാൽ മറ്റേ ഇത് വാങ്ങിക്കാം, ഒരിടത്ത് അവരുടെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ വിളിച്ച സമയത്ത് ബിഗ് ബോസിൻ്റെ ടീം വന്നിട്ട് ഗസലിൻ്റെ ഡ്രോ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് സ്പ്രേയും ഡ്രസ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ടാണ് നേരത്തെ പുള്ളിക്കാരി നോക്കുമ്പോൾ ഒന്നും കാണാതിരുന്നത് കേട്ടോ. പിന്നെ ഈ ജീവിതകഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് വന്നിട്ട് ശാരി എടുത്ത് പറയും, ജീവിതകഥയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തി പറയാം. അവരവരുടെ മാരേജ് ഡൈവേഴ്സായ ആളെപ്പറ്റി പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മളൊരിക്കലും പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പിന്നെ അനീഷിന് തന്നെ ഡൗട്ടായി, പറഞ്ഞ പ്രശ്നമായോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശാരികനെ പതുക്കെ വിളിച്ചിട്ട് അത് പറയാം, എന്തെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞ വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ അതോടെ ഈ എപ്പിസോഡും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നാളത്തെ കാണിക്കുന്നുണ്ട് കോൾഡ് വാർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആ സഹായികളെ വെച്ച് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ച് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറച്ച് ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഓടി വന്ന ഫ്രിഡ്ജിലേക്ക് സാധനം നിറയ്ക്കുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് അറിയാം അപ്പം അത് പറ്റും അനീഷ് അത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നാളെ അറിയുള്ളൂ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളത്തെ അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.